ചേട്ടാ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പൂട്ടിയതാണ് എന്ന് പലവട്ടം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരാളല്ല, അദ്ദേഹത്തിനെ പൂട്ടിയതാണ്, ഇതിനു മുകളിൽ വലിയ വലിയ കണ്ണികളുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? രാഹുല് പറഞ്ഞ ആ കാര്യം നമ്മളോട് എടുത്തു പറയേണ്ടി വരും. നമ്മൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണ് ഈ സംഗതി പുറത്തു കൊണ്ടിരുന്നത്. അവിടെ പാളികളില്ലെന്നും മറ്റു ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളികളൊന്നും ഇല്ലെന്നും വിളിച്ചു പറയുന്നത് ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ? അതെ. അപ്പോൾ അദ്ദേഹം ചുമ്മാ എന്തെങ്കിലും കാണാതെ പറയുമെന്ന് കരുതുന്നുണ്ടോ? ബ്രാഹ്മണനാണ്, ബുദ്ധിയില്ലാത്തവനല്ല, തലയ്ക്കകത്ത് നല്ല മൂളയുള്ള ആളാണ്. ദേവസ്വം ബോർഡിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. തലയ്ക്കകത്ത് മൂളയുള്ള ആളാണ്, അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിനെ വെല്ലുവിളിച്ചത്. വെറും ഒരു കീഴ്ശാന്തിയായിട്ട് വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സ്പോൺസറായി മാറിയെങ്കിൽ തലയ്ക്കകത്ത് മൂളയില്ലാതെ പറയുമോ? ഇല്ല. രണ്ടാമത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം കടകംപള്ളി സുരേന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടതിൽ നിന്ന് പറയിലേക്ക് പോവാം. അദ്ദേഹം എന്താ പറഞ്ഞേ? കഴക്കൂട്ടത്ത് പോലീസ് സ്റ്റേഷന്റെ ഇനാഗുറേഷന് അവിടുത്തെ MLA ആയ താൻ അതിൽ പങ്കെടുത്തു, അതിനുവേണ്ടി മാത്രമാണ് മുഖ്യമന്ത്രിക്കൊപ്പം പോയത്. ബഹുമാനപ്പെട്ട സാർ, താങ്കളോട് ചോദിക്കാനുള്ളത്, താങ്കൾ ഇത് ആരോടെയാണ് പറയുന്നത്? അല്ലെ രാഹുൽ, പറ, അദ്ദേഹം ഇത് ആരോടെയാണ് പറയുന്നത്? ബഹുമാനപ്പെട്ട കടകംപള്ളി എല്ലാ ബഹുമാനത്തോടും പറയുകയാണ്, ഈ നമ്പറൊക്കെ നമ്മൾ ഈ സാധാരണക്കാരൻ്റെ അടുത്ത് ഇറക്കാൻ നടക്കില്ല. കാര്യം അദ്ദേഹത്തിനെ കുറിച്ച് അറിയാവുന്ന ഒരു നിരവധി ഈ പാർട്ടിയിലുണ്ട്. അല്ല, ഈ കേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ 2017 തന്റെ ഭൂമി ഒരു സ്ത്രീയെ വെച്ച് തട്ടിയെടുക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കേസ് കൊടുത്തിട്ടുള്ളത്. അത് അന്ന് അവിടെ ഒത്തുതീർപ്പാക്കി വിട്ടതാണ് എന്ന് പറയുമ്പോഴും SIT വീണ്ടും അത് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കെന്താണ്? അദ്ദേഹമാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്നും സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് കടകംപള്ളി ആണോ എന്ന് അന്വേഷിക്കാൻ പോവുകയാണ്. ഇത് അദ്ദേഹത്തിന് തിരിച്ചറിയാറില്ലേ? രാഹുലെ, ഇതിനകത്ത് നമ്മൾ വായിച്ചെടുക്കേണ്ട, വരികൾക്കിടയിൽ വായിച്ചെടുക്കേണ്ട ഒരു സംഗതി കൂടെയുണ്ട്. രാഹുൽ അത് കേട്ടു, നമ്മൾ രണ്ടുപേരും കൂടെ ആ വീഡിയോ കേട്ടതാണ്. നമ്മുടെ തന്നെ ചില സ്നേഹിതന്മാർ നമുക്കെതിരെ കളിക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് കടകംപള്ളി സുരേന്ദ്രൻ അത്ര കണ്ട് ആർക്കും വലിയ ഒരു സ്നേഹമുള്ള ആളൊന്നുമല്ല. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. അപ്പോൾ കടകംപള്ളിയെ പൂട്ടാൻ വേണ്ടിയിട്ട് പാർട്ടിക്കുള്ളിൽ നിന്ന്, ഇപ്പൊ സ്നേഹിതൻ എന്ന് പറയുമ്പോൾ പാർട്ടിക്കാർക്കെല്ലാം പാർട്ടിക്കാർ തന്നെയാണ് സഖാവാണ്. അതെ അല്ലേ? പാർട്ടിക്കകത്ത് അല്ല, ഒരു പാർട്ടിക്കാരനെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും വലിയ സ്നേഹിതൻ എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിലെ ഏതെങ്കിലും സ്നേഹിതന്മാർ തന്നെ ആയിരിക്കും. പ്രിയപ്പെട്ട സഖാവേ, പ്രിയപ്പെട്ട സ്നേഹിത. അപ്പോ കുറച്ച് സ്നേഹിതന്മാരായിട്ടുള്ള സഖാക്കന്മാർ എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്ന പണിയാണ് എന്നാണ്. തീർച്ചയായിട്ടും സഖാക്കൾ, തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി സഖാക്കൾ, ജില്ലാ കമ്മിറ്റിയിലെ സഖാക്കൾ പണി കൊടുക്കുന്നത് തന്നെയാണ്. പണി കൊടുക്കും. കാര്യം നമ്മളത് പറയാതെ പോകാൻ വഴിയില്ല. ഒരു സ്ത്രീയെ കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ആ സ്ത്രീയെ കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് എല്ലാം പറയുമ്പോൾ പറയുന്നുണ്ടെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതിലൊരു സ്ത്രീ എന്ന വാക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാ? അതില് നമ്മൾ ഈ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് ഒരു അല്പ ചായ്വ് ഈ പക്ഷത്തോടുള്ള ഒരുപാട് പുരുഷന്മാരുണ്ട്. അത്തരത്തിലൊരു അല്പ ചായ്വ് കൂടുതലാണെന്നേ എനിക്കിതിൽ വളച്ചേട്ടി പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കുക എന്നുള്ളത് CPM-നകത്തേ ഉണ്ടാവുള്ളൂ. രാഹുലിന് അറിയില്ലേ? എറണാകുളം ജില്ലയിൽ പഴയ ഗോപി കോട്ടമുറിക്കലിനെ അദ്ദേഹത്തിന്റെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അവരുടെ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്കകത്ത് ഒളിക്യാമറ വെച്ച് പൂട്ടിയ കഥ അറിയില്ലേ? അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അപ്പോൾ അവർക്കറിയാം ഈ പാർട്ടി സഖാവിന് എന്ത് ന്യൂനതയുണ്ട്. ആ ന്യൂനതയിൽ കൃത്യമായി എവിടെ പിടിച്ചാൽ മർമ്മം. നമുക്കൊരുത്ത ഒരാളെ നമ്മൾ മറ്റേ മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ വത്സല മേനോൻ ജഗതിക്കിട്ട് ഒരു പിരികേറ്റുന്ന ഒരു പിരിക്കുത്ത് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ കുത്ത് എവിടെ കൃത്യമായിട്ട് കൊടുക്കണമെന്ന് ഈ പാർട്ടി സഖാക്കൾക്കറിയാം. കാര്യം കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയണമെന്നൊരു പഴഞ്ചൊല്ല് പറയും. അതുപോലെ രാപ്പനി അറിയാവുന്നുള്ള ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രന്റെ രാപ്പനി അറിയാവുന്നുള്ള പാർട്ടി സഖാക്കൾ അദ്ദേഹത്തിനുണ്ട് പണി കൊടുത്തതാണ്. കാര്യം കഴക്കൂട്ടത്ത് ഇദ്ദേഹം അല്ലാതെ വേറെ ആര് നിന്നാലും ജയിക്കില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ തോന്നലാണ്. അദ്ദേഹത്തിന് അത്ര കണ്ട് അവിടെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ വെറും തോന്നലാണ്. കാര്യം അദ്ദേഹം ഇത്തവണ തോക്കും. അല്ല, അവിടുത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേരിട്ടത് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അദ്ദേഹം BJP-യുമായിട്ട് അലയൻസ് ഉണ്ട്. അതാണ് കറക്റ്റ്. ഞാൻ പറഞ്ഞോളൂ. അവിടെ അദ്ദേഹവും BJP-യുമായിട്ട് അലയൻസ് ഉണ്ട്. അവിടുത്തെ പല വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ BJP-ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിശ്ചയിക്കുന്നത്. അതായത് ഒന്നിനും കൊള്ളാത്ത കുറച്ച് സ്ഥാനാർത്ഥികളെ BJP-ക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി പിടിച്ചിടുക, അവിടെ BJP വിജയിപ്പിക്കുക, BJP കൗൺസിലർമാരെ ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് അദ്ദേഹത്തിന്റെ പണി എന്ന് പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-ൽ നിന്നും വന്നിട്ടുള്ള വിമതരായിട്ടുള്ള കുറെ ആളുകൾ പറയുന്നുണ്ട്. അത് അവര് രണ്ടാമത്തെ വട്ടമാണ് അവർ, അതായത് ആദ്യ തവണ അവര് സഹിച്ചു, ഓക്കെ കുഴപ്പമില്ല പോട്ട്. രണ്ടാമത്തെ വട്ടവും ഇങ്ങനെ തന്നെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് അവർ പാർട്ടി വിട്ട് വിമതരായിട്ട് മത്സരിക്കാൻ പോയൊരു സാഹചര്യം നമ്മൾ കണ്ടത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത തവണ ഒരുപാട് പാർട്ടിയിൽ നിന്നും വിട്ടു വന്നിട്ട് വിമതരായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കി എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ്
BJP ഭരണത്തിലേക്ക് പോയത്. നമുക്കറിയാം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് CPM കയ്യിലിരിക്കുന്ന ഒരു പാർട്ടി സംവിധാനമായിരുന്നു, കൊണ്ടു കളഞ്ഞതാണ്, നശിപ്പിച്ചു കളഞ്ഞതാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം CPM പണിയെടുത്താൽ തീരാവുന്ന വിഷയങ്ങളായിരുന്നുള്ളൂ. അവിടെ CPM എന്താണ് ചെയ്തത്? അവരുടെ ഇഷ്ടക്കാരെ പിടിച്ച് സ്ഥാനാർത്ഥികളാക്കി അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ മാത്രം മുന്നോട്ട് കൊണ്ടുപോയി. അവിടെ ത്രിതല പഞ്ചായത്തിന് ഒരുപാട് ഈ വിമതരെ നമ്മൾ പേടിക്കണം. ഈ വിമതർ എന്ന് പറയുന്നത് അവർക്ക് കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ അവർ കാലുവാരും. അവര് കാല് വാരി കഴിഞ്ഞാൽ അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾ അത് ശ്രദ്ധിക്കും. എന്തിനവര് കാല് മാറി എന്ന് ചോദിക്കുമ്പോൾ പറയും നേതാക്കന്മാരുടെ പണി ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ കാല് മാറിയത്. അപ്പൊ അവിടെ എന്താണെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു വിഷയമുണ്ട്. അതായത് കടകംപള്ളിയും BJP നേതൃത്വവും തമ്മിൽ ചില രഹസ്യ ബന്ധങ്ങളുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ സ്ഥാനാർത്ഥികൾ തന്നെ വന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് മറ്റേ ശ്രീകണ്ഠനില്ലേ, ദേശാഭിമാനിയിൽ ഉണ്ടായിരുന്ന ശ്രീകണ്ഠൻ എന്ന് പറയുന്ന പഴയ മാധ്യമ പ്രവർത്തകൻ, ഞാൻ ശ്രീകണ്ഠൻ, ഞങ്ങൾ ശ്രീകണ്ഠൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത് തിരുവനന്തപുരത്ത്, അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കാനായിട്ട് ഇദ്ദേഹം തന്നെ പറഞ്ഞു ശ്രീകണ്ഠ റെഡി ആക്കിക്കോ എന്ന് പറഞ്ഞു. പോത്തങ്കോട്, ചെമ്പഴന്തി തുടങ്ങിയ സ്ഥലങ്ങളിൽ രാഹുൽ പറഞ്ഞ പോലെ ഒരു കഴിഞ്ഞ തവണ ജയിച്ച കൗൺസിലർ ഒരു ലേഡി, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരും ജയിച്ചു വന്നിരുന്നതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു കറക്റ്റ് അദ്ദേഹം എന്തിനാണ് അങ്ങനെ അവരെ അവിടെ ജയിപ്പിക്കുന്നത്? ചെമ്പഴന്തി, പോത്തങ്കോട്, അയ്യൂപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ BJP-ക്കാരുടെ വോട്ട് ഇത് കഴക്കൂട്ടം എന്ന് പറയുമ്പോൾ അങ്ങനെ വരും. അപ്പൊ ആ വോട്ട് അദ്ദേഹത്തിന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകളൊക്കെ BJP-ക്ക് പോകുന്നു. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് CPM-ലേക്ക് പോകുന്നു. ശരിയാണ്, അവിടെയാണ് ഇതിന്റെ വിഷയങ്ങൾ വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ് പോയത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് വന്നത്. അതിൽ കുറെയൊക്കെ യാഥാർത്ഥ്യങ്ങളുണ്ട് നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലും BJP-യുമായിട്ട് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. ഇത് CPM-ലുള്ള ചില നേതാക്കന്മാർക്ക് ഇഷ്ടമല്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഇവർ നേരത്തെ മനസ്സിലാക്കി BJP-യുമായിട്ടും കടകംപള്ളി കുറച്ചൊക്കെ അടുപ്പമുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, ദേവസ്വം ബോർഡ് മന്ത്രിയാണ്, ശരിയാണ്, ഭക്തി കൂടുതലുണ്ട്. പിന്നീട് ചായ്വ് RSS-നോടോ BJP-യോടോ പോകും എന്ന് പറയുന്നത് തൊഴിൽ മന്ത്രിയാണ് കേട്ടോ. അതെ. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് വലിയൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. എന്താണെങ്കിലും CPM-ന്റെ തന്റെ കുറച്ച് സ്നേഹിതന്മാർ കൂടി കൊടുത്തൊരു പണിയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതിന്റെ മറ്റൊരു വെർഷൻ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പരാതി കൊടുക്കുന്നത് 2017 തന്റെ വസ്തു അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഒരു വനിതയെ ഉപയോഗിച്ച് ഇതേ കടകംപള്ളി സുരേന്ദ്രൻ എന്നെ വിരട്ടിയിട്ടുണ്ട്, എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. സത്യത്തിൽ ഈ കള്ളം എനിക്ക് അറിയാമെന്നുള്ള ഞാൻ അറിയാതെ തിരിച്ചു പോകണത് കേട്ടോ. ഇതിനകത്ത് ഈ പദ്ധതികൾ തയ്യാറാക്കുന്ന ആരെന്ന് വരും എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആരാണ്? അല്ല, അതൊക്കെ ഉണ്ടെന്നേ. ജോയി എന്ന് പറഞ്ഞിട്ട് ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ, ജില്ലാ സെക്രട്ടറി ജോയി ആയിട്ട് ഇരുന്ന് എന്തുകൊണ്ടാണ്? ആരുടെ നോമിനിയാ ജില്ലാ സെക്രട്ടറി? ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് കടകംപള്ളിയുടെ നോമിനിയാണ്. അവിടെ 3 ജില്ലാ സെക്രട്ടറിമാരാണ്. ജോയി ഒരു ജില്ലാ സെക്രട്ടറി, കടകംപള്ളി സുരേന്ദ്രൻ ഒരു ജില്ലാ സെക്രട്ടറി, വി ശിവൻകുട്ടി മറ്റൊരു ജില്ലാ സെക്രട്ടറി, ആനാവൂർ നാഗപ്പൻ വേറൊരു ജില്ലാ സെക്രട്ടറി, ആനാവൂർ നാഗപ്പന്റെ ശിഷ്യൻ സുനിൽകുമാർ വേറൊരു ജില്ലാ സെക്രട്ടറി. അപ്പൊ ഇത്രയാവുമ്പോ എത്ര ജില്ലാ സെക്രട്ടറി? അപ്പൊ ഇപ്പൊ ആരാ? ഡബിൾ എ റഹീമാണ് ജില്ലാ സെക്രട്ടറി. ഡബിൾ എ റഹീം ജില്ലാ സെക്രട്ടറി ആയത് എങ്ങനെയാണ്? അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് രാവിലെ ഇത് എനിക്ക് മനസ്സിൽ ശരിയാണ് പറഞ്ഞത്. കാരണം ഇന്നലെ തന്നെ എനിക്കൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് എന്നുള്ള ചില സഖാക്കൾ എന്നെ വിളിച്ചിരുന്നു. ഇങ്ങനെ ആദ്യം ഒരു ചോദിച്ചു വാട്സപ്പിൽ, നീ അറിയുന്നുണ്ടോ രംഗങ്ങളെന്ന് അറിയും. ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുമ്പോഴത്തേക്ക് ചിരിച്ചുകൊണ്ട് കാര്യം പറയുകയാണ്, വെള്ളിക്കെട്ട് വരുന്നുണ്ട് കാര്യം. അദ്ദേഹത്തിന്റെ ആ ഒരു അങ്ങനെയാണ് രാവിലെ. ആലപ്പുഴയിൽ G സുധാകരനിട്ട് വള്ളി കെട്ടിയെന്നുണ്ടെങ്കിൽ ഒരു കടകംപള്ളി സുരേന്ദ്രൻ കളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കളിക്കില്ലെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? CPM അത്ര കണ്ട് വിഭാഗീയതയിലേക്ക് പോവുകയാണ്. കടകംപള്ളി അല്ലാതെ പിന്നെ വേറെ ആരോട് ഇല്ലേ? ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ലൂസിഫർ സിനിമയില് അവസാനത്തെ ഒരു ഡയലോഗ് ഇല്ല, മറ്റേ തോക്ക് ചൂണ്ടിട്ട് വെടിവെക്കുന്നോട്ട്, നീ ഇത്രയും നാള് ഇപ്പുറത്ത് നിന്ന് പണിത സമയത്ത് ഓർത്തില്ല അപ്പുറത്ത് നിന്ന് ഒരു പണി നിർത്തുന്നത്. അതേപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രന് അപ്പുറത്ത് നിന്നും, അതായത് സ്വന്തം തട്ടകത്തിൽ നിന്നും പണി വന്നിട്ടുണ്ട്. ആ പണി ഇനി എങ്ങനെയായിരിക്കും കൊള്ളാൻ പോകുന്നത് എന്നൊരു കൊള്ളാനൊന്നുമില്ല. തിരുവനന്തപുരത്തുകാരൻ എന്ന രീതിയിലും കഴക്കൂട്ടം മണ്ഡലം എന്റെ അച്ഛന്റെ നാടാണ് ഈ കഴക്കൂട്ടമൊക്കെ. എനിക്ക് കൃത്യമായിട്ട് അറിയാം വോട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. കാര്യം BJP അത്ര സ്ട്രോങ് ആണ് അവിടെ. ഇദ്ദേഹം ഈ വോട്ട് മറിച്ച് കിട്ടും ഇദ്ദേഹം ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ V മുരളീധരൻ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തവണ കടകംപള്ളി ജയിക്കില്ല. ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും അവിടെ ജയിക്കാൻ പോകുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥി ആര് എന്നതിനെ നോക്കിയാൽ കഴക്കൂട്ടത്ത് കോൺഗ്രസിനായിരിക്കും സാധ്യത. കടകംപള്ളി തോക്കും. ശബരിമല ശ്രീധർമ്മശാസ്താവിന് അയ്യപ്പന് ശക്തി ഉണ്ടെങ്കിൽ കടകംപള്ളിയുടെ ഈ ഫ്രോഡൊന്നും അവിടെ നടക്കില്ല.